വാർത്തകൾ വിശദമായി നോക്കാം. ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവവികാസം. നവകേരള സദസ്സിനെതിരെ ചാണ്ടി ഉമ്മന്റെ ഒറ്റയാൾ പ്രതിഷേധം. പുതുപ്പള്ളി ഹൗസിന് സമീപം റോഡരികിലിരുന്നാണ് പ്രതിഷേധം. നിങ്ങൾ കൂടി വേണ്ട പ്രതിഷേധം. നിങ്ങളിപ്പോൾ കറപ്പായിട്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതിഷേധിക്കും. അതാ കാരണം. ഇവിടെ നിങ്ങൾക്ക് കറുപ്പിട്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന ഒരാളോട് പറഞ്ഞു. അതാണ് പ്രധാന കാരണം. പക്ഷേ ഇവിടെ ഇത് തുടക്കം മുതൽ ആക്രമിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവിനെയും കൂട്ടരെയും ആക്രമിച്ച് ഇന്ന് ഒരു മടിയില്ലാത്ത രീതിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് പ്രതിഷേധിക്കാതിരിക്കാൻ സാധിക്കുക? ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ പേരിൽ ഇവിടെ ആക്രമിക്കാൻ ആളുകൾ വരികയാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? അല്ല, ഇത് എന്റെ രാജ്യമല്ലേ, എന്റെ സംസ്ഥാനമല്ലേ, എന്റെ നാടല്ലേ, എനിക്കിരിക്കാൻ അവകാശമില്ല. അതൊരു പ്രതിഷേധത്തിന് കാരണമല്ല. അതിനാണ് നടപടി വേണ്ടേ? അതിനെതിരെ സീരിയസ് ആയിട്ട് അന്വേഷണം വേണ്ടേ? പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ആദ്യത്തെ ഇയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കുന്നത്. എത്ര കൂടിയ ഷെല്ല, ആർക്ക് ശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. ഇതൊക്കെ സാഹചര്യമല്ലേ? ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലിച്ചതച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇതിന്റെ കൂടുതൽ വരുന്നുണ്ട്. അവരെന്നെ ആക്രമിക്കുവാണെങ്കിൽ ആക്രമിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാനത് ഏറ്റെടുക്കാൻ റെഡിയാ. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, എന്തൊക്കെ ആവശ്യങ്ങളിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിഷേധമുയർത്തിയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അവിടെ സമരമിരിക്കുന്നത്? ഫിജി തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിലായിട്ടാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. അതായത് കറുത്ത വസ്ത്രമണിഞ്ഞാണ് പ്രതിഷേധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു കറുത്ത വസ്ത്രം ഇപ്പോൾ അണിഞ്ഞ് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഒരുക്കുന്നത്, വരുത്തിവെക്കുന്നത് എന്നൊരു കാര്യം വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇത്തരത്തിൽ പ്രതിഷേധം ഉന്നയിച്ചിട്ടുള്ളത്. തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വഴിയാണ് നവകേരള ബസ് പോകുന്നത്. ഇവിടെ ഉമ്മൻ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെ ഡിവൈഎഫ്ഐക്കാരുണ്ടായിരുന്നു. ഇത്തരത്തിൽ നവകേരള ബസ്സിനോടൊപ്പം സഞ്ചരിക്കുന്ന, കൂടാതെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ആ സമയത്തുണ്ടായി. തുടർന്ന് ഈ ഡിവൈഎഫ്ഐക്കാരെ പോലീസ് തള്ളി മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീടിന് സമീപം, അതായത് ചാണ്ടിയുമ്മന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇത്തരത്തിൽ ഒരു സൈഡിൽ ചാണ്ടിയുമ്മൻ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. മറ്റൊരു സൈഡിൽ ഇത്തരത്തിൽ നവകേരള ബസ്സിനോടൊപ്പം വന്നിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ അത്തരത്തിൽ ബസ്സിനോടൊപ്പം എത്തിയിട്ടുള്ള പ്രവർത്തകരുടെ മറു സൈഡിൽ റോഡിന്റെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത പോലീസ് വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമരം പ്രതിഷേധിച്ചിരുന്ന KSU കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഡിവൈഎഫ്ഐക്കാർ ഉൾപ്പെടെ ചാണ്ടി ഉമ്മൻ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു കാര്യത്തിന് ഉൾപ്പെടെയുള്ള പ്രതിഷേധമായിട്ടാണ് താൻ കറുത്ത വസ്ത്രമാണ് ഈ ഒരു വഴിയിൽ നവകേരള ബസ് പോകുന്ന സമീപത്തായിട്ട് തന്നെ ഇരിക്കുന്നത് എന്നാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നവകേരള ബസ് ഇതുവഴി കടന്നുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വലിയ പോലീസ് സുരക്ഷയും അതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരൊക്കെ തന്നെ ഡിവൈഎഫ്ഐ സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ ഈ ചാണ്ടിയുമ്മന്റെ അരികിലേക്ക് വരാതിരിക്കാനുള്ള സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ചാണ്ടിയുമ്മന്റെ അടുത്തും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ, ചാണ്ടിയുമ്മനെ വളഞ്ഞ് പോലീസ് നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തനിക്ക് കറുത്ത വസ്ത്രം അണിയാനുള്ള അധികാരമുണ്ട്, തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം അണിയാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ എതിർക്കുവാൻ കഴിയില്ല. ഈ ഒരു കറുത്ത വസ്ത്രം അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും വലിയ പ്രതിഷേധത്തിൽ ചാണ്ടി ഉമ്മൻ കറുത്ത വസ്ത്രമണിഞ്ഞ് റോഡരികിൽ അദ്ദേഹം കാത്തിരിക്കുകയാണ്. നവകേരള ബസ് അതിലെ കടന്നുപോകും എന്നാണ് കരുതുന്നത്.